കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഇഷ ഫൗണ്ടേഷൻ കണ്ടിട്ട് നമ്മൾ നേരെ ഗുരുവായൂർ പോയിരുന്നു. പക്ഷേ തെറ്റിപ്പോയി കേട്ടോ. ഗുരുവായൂരല്ല, പിറ്റേ ദിവസം എൻ്റെ അനിയത്തിൻ്റെ കോൺവെക്കേഷൻ ആയിരുന്നു അമൃത കോളേജിൽ. അവിടുത്തെ ഫുഡ് ഐറ്റംസ് ആണ് ഇത്. ഇത് എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് അറിയണ്ടേ? ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ നല്ല വെജ് ഫ്രൈഡ് റൈസും കർഡ് റൈസും ചപ്പാത്തിയും പനീർ കറിയും കോളിഫ്ലവർ കറിയും പിന്നെ കുറച്ച് പൊരിയലും പിന്നെ അച്ചാറും. ഇത്രയും സാധനമാണ് കേട്ടോ ഇവർ ഫുഡിന് ഇവിടെ തരുന്നത്. കോൺവെക്കേഷൻ ഇവർ കൊടുക്കുന്ന ഡ്രസ്സിലെ തൊപ്പിയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. എന്താല്ലേ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് നേരെ തൃശ്ശൂരെത്തി. തൃശ്ശൂർ ഗുരുവായൂർ റൂം എടുത്ത്. ഗുരുവായൂർ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ് റൂം എടുത്തത്. അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ 4 മണിക്ക് നമ്മൾ ക്യൂവിൽ കയറി നിന്ന് കൃഷ്ണന് ഒരു ഗുഡ് മോർണിംഗ് പറയാനേ. ഗുഡ് മോർണിംഗ് പോയിട്ട് ഒരു വണക്കം പോലും പറയാൻ അവന്മാർ സമ്മതിച്ചില്ല. 2 ഗ്ലൗസ് ഇട്ട് അജ്ഞാത കൈകളെ നമ്മളെ പിടിച്ച് വലിച്ചെറിഞ്ഞ് അങ്ങനെ 4 മണിക്കൂർ ക്യൂ നിന്നത് വേസ്റ്റ്. അത് പിന്നെ കുഴപ്പമില്ല, തിരക്കായോണ്ടായിരിക്കും എന്ന് നമ്മൾ വിചാരിച്ച് സമാധാനത്തിൽ അങ്ങോട്ട് മാറി. ഗുരുവായൂരൊന്നും പോണത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് ഷൂസ് ഇട്ടുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. അവിടെ ചെന്നൊരു പുതിയ ചെരുപ്പങ്ങ് വാങ്ങിച്ച് ഉച്ചയ്ക്ക് കോവിലിൽ അന്നദാനം കഴിക്കാൻ വേണ്ടി കയറിയതാണ്. തിരിച്ചിറങ്ങിയപ്പോൾ ചെരുപ്പ് കാണാനില്ല. പുത്തൻ ചെരുപ്പ് പോയി. ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നും പറഞ്ഞ് ഗുരുവായൂരിലെ കാഴ്ചകളും കണ്ട് അവിടെ തന്നെ അങ്ങ് സ്റ്റേ ആയി. ഗുരുവായൂർ പോയിട്ട് പറഞ്ഞവരാരും വെറും കൈയോടെ വീട്ടിൽ വരൂല. പപ്പടം, ചിപ്സ്, ഹലുവ അത് മസ്റ്റാണ്. അതില്ലാതെ ഗുരുവായൂർ ട്രിപ്പ് അത് അവസാനിക്കില്ല. പാരമ്പര്യമായി നടന്നു വരുന്ന ആ ചടങ്ങ് ഞാനും അങ്ങ് പൂർത്തീകരിക്കണ്ടേ. ചിപ്സും ഹലുവയും പപ്പടവും വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് വിട്ട്.